എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. തംബ്നെയിൽ കാര്യമാക്കേണ്ട SLC വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്ത വീഡിയോയാണ്. തംബ്നെയിൽ ഞാൻ മാറ്റിക്കോളാം. A+, B+, C+, D+ എല്ലാം നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഗ്രേഡ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എത്ര മാർക്ക് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ A+, ഇങ്ങനെയുള്ള ഗ്രേഡുകൾ കിട്ടാൻ എത്ര മാർക്കാണ് നിങ്ങൾ സ്വന്തമാക്കേണ്ടത്? പാസ് മാർക്ക്, മിനിമം മാർക്ക്, A+ മാർക്കൊക്കെ കൃത്യമായി അറിയാം. ഇനി തോൽക്കുമെന്ന പേടിയുണ്ട്. ഓരോ ഗ്രേഡും എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. SLC പബ്ലിക് എക്സാം തംബ്നെയിൽ കാര്യമാക്കേണ്ട. തംബ്നെയിൽ ഞാൻ മാറ്റുന്നതായിരിക്കും. SLC പബ്ലിക് എക്സാം നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഗ്രേഡ് നിലവാരം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എത്ര മാർക്കാണ് നിങ്ങൾ എഴുതിയെടുത്തതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ ഗ്രേഡും എത്ര മാർക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? പാസ് മാർക്ക്, മിനിമം മാർക്ക്, A+. അപ്പോൾ എത്ര മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് നിലവാരം നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കവിടെ പാസ് ഓർ ഫെയിൽ എന്നൊക്കെ റിസൾട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും. അതിന് പുറമെ നിങ്ങൾക്ക് ഗ്രേഡും കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ എത്ര മാർക്കാണ് എഴുതിയെടുത്തത്, ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് എത്ര മാർക്കാണ് ലഭിച്ചത് എന്നറിയാനുള്ള ആഗ്രഹം എല്ലാ വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ എനിക്ക് ഉൾപ്പെടെ ഞാൻ SLC 2 വർഷം മുമ്പാണ് എഴുതിയത്. എനിക്കുൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറിയാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മളിത് കൃത്യമായി മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. പക്ഷെ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോയിലൂടെ അതിനുള്ള ഉപകാരം ലഭിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ A+ എന്ന ഗ്രേഡ് ലഭിക്കാൻ ഇപ്പോൾ 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് A+ ലഭിക്കാനായിട്ട് 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾ 36നും 40നും ഇടയിൽ മാർക്ക് എടുത്താൽ നിങ്ങൾക്ക് A+ ആണ്. അതായത് 40 മാർക്കിൻ്റെ എക്സാമിൽ 36നും 40നും ഇടയിൽ, അതായത് 36ന് മേലേക്ക് പോയ A+. 40 മാർക്കിൻ്റെ SLC എക്സാമിൽ എന്താണ് 36ന് മേലെ കിട്ടിയാൽ A+ ആയി. 40ൻ്റെ എക്സാമിൽ 36ന് മേലെ കിട്ടിയാൽ നിങ്ങൾക്കതിന് എന്തായി? A+ മാർക്കായി. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ 72 to 80, അത് 80 മാർക്കിൻ്റെ എക്സാമിൽ 72ന് മേലെ പോയാൽ, 80 മാർക്കിൻ്റെ എക്സാമിൽ 72ന് മേലെ പോയാൽ നിങ്ങൾക്ക് A+ ആകാൻ സാധിക്കും എന്നോർത്തിരിക്കുക. ഇനി A ഗ്രേഡ് ലഭിക്കാൻ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാമിൽ 31നും 35നും മേലേക്ക് കിട്ടിയ 31നും 35നും ഇടയിലാണ് നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാമിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് A ഗ്രേഡ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് എത്രയാണ്? 64 to 71, 64നും 71നും ഇടയിലാണ് നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ എക്സാമിൽ മാർക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് A ഗ്രേഡായിട്ട് ഗ്രേഡ് ലഭിക്കും. അടുത്തതാണ് B+. 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് B+ ലഭിക്കാനായിട്ട് നിങ്ങൾ 26നും 30നും ഇടയിൽ നിങ്ങളൊരു മാർക്കാണ്. B+ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് 40 മാർക്കിൻ്റെ എക്സാമിൽ 26നും 30നും ഇടയിൽ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് B+ ആയിരിക്കും. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ B+ ലഭിക്കാനായിട്ട് 56നും 63നും ഇടയിൽ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും SLC പബ്ലിക് എക്സാം 80 മാർക്കിൻ്റെ എക്സാമിൽ 56നും 63നും ഇടയിൽ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും B+ ഗ്രേഡ് ആയിരിക്കും ലഭിക്കുക. ഇനി B ഗ്രേഡ് എന്ന് കാണിച്ചാൽ എത്രയായിരിക്കും? 40 മാർക്കിൻ്റെ എക്സാമിലാണെങ്കിൽ 40 മാർക്കിൻ്റെ എക്സാമിൽ 21നും 25നും, 40 മാർക്കിൻ്റെ എക്സാമിൽ B ഗ്രേഡ് 40 മാർക്കിൻ്റെ എക്സാമിൽ B ഗ്രേഡ് ലഭിക്കാനായിട്ട് 21നും 25നും ഇടയിലൊരു മാർക്ക് സ്കോർ ചെയ്യണം. 21നും 25നും ഇടയിലാണ് സ്കോർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ
55 48നും 55നും ഇടയിൽ മാർക്ക് സ്കോർ ചെയ്താലാണ് നിങ്ങൾക്ക് ബി ഗ്രേഡ് ലഭിക്കുക. 48നും 55നും ഇടയിൽ സ്കോർ ചെയ്യണം. ഇനി സി പ്ലസ് ഗ്രേഡ് ലഭിക്കാനായിട്ട് 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി 16നും 20നും ഇടയിൽ മാർക്ക് സ്കോർ ചെയ്യണം. 16നും 20നും ഇടയിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് സി പ്ലസ് ഗ്രേഡ്. 40 മാർക്കിൻ്റെ എക്സാമിൽ 16നും 20നും സ്കോർ ചെയ്യണം. 40 മാർക്കിൻ്റെ എക്സാമിൽ 16നും 20നും ഇടയിൽ സ്കോർ ചെയ്യണം. ഒന്നുകൂടെ പറയാം, 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ 16നും 20നും ഇടയിൽ സ്കോർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് സി പ്ലസ് ലഭിക്കുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ 40നും 47നും ഇടയിൽ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കായിരിക്കും 80 മാർക്കിൻ്റെ എക്സാമിൽ സി പ്ലസ് ഗ്രേഡ് ലഭിക്കുക. ഇനി സി ഗ്രേഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 40 മാർക്കിൻ്റെ എക്സാമിൽ 11 to 15 ആണ് നിങ്ങൾക്ക് സി ഗ്രേഡ് ലഭിക്കാൻ. 40 മാർക്കിൻ്റെ SLC എക്സാമിൽ സി ഗ്രേഡ് ലഭിക്കാൻ നിങ്ങൾക്ക് 11 to 15 ഇടയിൽ മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥിക്ക് സി ഗ്രേഡ് ആയിരിക്കും 11 to 15. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ സി ഗ്രേഡ് ലഭിക്കാനായിട്ട് 32 to 39, 32നും 39നും ഇടയിൽ 80 മാർക്കിൻ്റെ എക്സാമിൽ 80 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ 32നും 39നും ഇടയിൽ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സി ഗ്രേഡ് ആയിരിക്കും ലഭിക്കുന്നത്. ഡി പ്ലസ് ഗ്രേഡിലേക്ക് പോവുകയാണെങ്കിൽ 6നും 10നും, അതായത് ഒന്നുകൂടെ 40 മാർക്കിൻ്റെ എക്സാമിൽ 6 to 10 ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് 40 മാർക്കിൻ്റെ എക്സാമിൽ ഡി പ്ലസ് ഗ്രേഡ് ലഭിക്കുക. ഡി പ്ലസ് ഗ്രേഡിനാണ് 6 to 10 മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കിൻ്റെ എക്സാമിൽ. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ ഡി പ്ലസ് ഗ്രേഡ് ലഭിക്കാൻ 24നും 31നും ഇടയിൽ ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ഡി പ്ലസ് ഗ്രേഡ് 80 മാർക്കിൻ്റെ എക്സാമിൽ 24നും 31നും ഇടയിൽ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഡി പ്ലസ് ഗ്രേഡ് ലഭിക്കും. ഇനി ഡി ഗ്രേഡ് എന്ത് ചെയ്യും? 40 മാർക്കിൻ്റെ എക്സാമിൽ 2നും 5നും 40 മാർക്കിൻ്റെ എക്സാമിൽ 2നും 5നും ഇടയിൽ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ഡി ഗ്രേഡാണ്. 40 മാർക്കിൻ്റെ എക്സാമിൽ 2നും 5നും ഇടയിൽ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ഡി ഗ്രേഡാണ്. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ 16 to 23 80 മാർക്കിന്, അത് നിങ്ങൾക്ക് വെറും ഡി ഗ്രേഡ് ലഭിക്കാൻ 80 മാർക്കിൻ്റെ എക്സാമിൽ 16നും 23നും ഇടയിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യണം. 80 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾ 16നും 23നും ഇടയിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ഡി ഗ്രേഡ് ലഭിക്കും. ഇനി ഇ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫെയിലാണ്. ഇ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഫെയിലാകും. ബിലോ 2 രണ്ടിൽ താഴെ മാർക്ക് ലഭിക്കുന്നവർക്ക് ഇ ഗ്രേഡ് ആയിരിക്കും. 40 മാർക്കിൻ്റെ എക്സാമിൽ 2ൽ താഴെ മാർക്ക് ലഭിക്കുന്നവർക്ക് ഇ ഗ്രേഡ് ആയിരിക്കും. 2ൽ താഴെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫെയിലാകും. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ ഇ ഗ്രേഡ് ലഭിക്കാൻ 0നും 15നും ഇടയിൽ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് 80 മാർക്കിൻ്റെ എക്സാമിൽ ഇ ഗ്രേഡ് ലഭിക്കും. 0നും 15നും അതും ഫെയിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഡി ഗ്രേഡിന് താഴെ വരുന്ന ഇ ഗ്രേഡ് ലഭിച്ചാൽ നിങ്ങൾ ഫെയിലാകും. എന്നാൽ എ പ്ലസ് എന്നാൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന എ പ്ലസ് എ, ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് എന്നിവയുള്ള ഗ്രേഡുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ, ഇനി അറ്റ്ലീസ്റ്റ് ഡി ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പോലും നിങ്ങൾ ഫെയിലാവില്ല. എന്നാൽ ഈ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ SLCയിൽ ഫെയിലാകുന്നതായിരിക്കും. പാസ് മാർക്ക്, മിനിമം മാർക്ക്, എ പ്ലസ് മാർക്ക് എന്നൊക്കെ നിങ്ങൾക്ക് പാസ് മാർക്കിന് ഏതാണ്ട് കൃത്യമായിട്ട് എത്രയാണെന്ന് മനസ്സിലാക്കി, മിനിമം മാർക്ക് എ പ്ലസ് എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഇരുന്ന് കാണുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഒന്നും കൂടി ഇരുന്ന് കാണുക. ഇനി തോൽക്കുമെന്ന് പേടി വേണ്ട. ഇനിയിപ്പം പല വിദ്യാർത്ഥികൾക്കുള്ള പ്രശ്നമാണ്, എത്ര മാർക്കാണ് ജയിക്കാൻ എഴുതി വാങ്ങേണ്ടത്, ഞാൻ ജയിക്കണമെങ്കിൽ എത്ര മാർക്ക് വേണം എഴുതി വാങ്ങാൻ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വീഡിയോയിൽ ഇൻഫോം ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഇരുന്ന് വീഡിയോ കാണുക. എന്നിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുത്താമെന്ന് വിശ്വസിക്കുന്നു. കാണുന്ന കുട്ടികൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തായാലും തംബ്നെയിലിൽ +1 +2 എന്ന് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. തംബ്നെയിൽ നമ്മൾ വേറൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. എന്തായാലും അവിടെ SLC ഞാൻ മാറ്റുന്നതായിരിക്കും. എന്തായാലും
ഏതായാലും SLC വിദ്യാർത്ഥികൾക്ക് ഓരോ ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഓരോ ഗ്രേഡുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ റിസൾട്ടായിട്ട് കാണിക്കുക. റിസൾട്ടിന് ഗ്രേഡുകളായിട്ടായിരിക്കും അവിടെ കാണിക്കുക. അപ്പോൾ ഓരോ ഗ്രേഡും എത്ര മാർക്കിനെയാണ് നിങ്ങളെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഓരോ ഗ്രേഡും നിങ്ങൾക്ക് എത്ര മാർക്കിനാണ് സൂചിപ്പിക്കുന്നത് മാത്രമേ നിങ്ങളെ കാണിക്കുകയുള്ളൂ. നിങ്ങളുടെ മാർക്ക് ഒരിക്കലും നിങ്ങൾക്ക് SLC ലഭ്യമല്ല. അപ്പോൾ നിലവിലെ നിയമപ്രകാരം നിങ്ങളുടെ മാർക്ക് SLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ മാർക്ക് വരില്ല, നിങ്ങളുടെ ഗ്രേഡുകൾ മാത്രമായിരിക്കും റെഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ ഗ്രേഡും എത്ര മാർക്കിനെ ആണ് സൂചിപ്പിക്കുന്നത്, ഓരോ ഗ്രേഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര മാർക്കാണ് നിങ്ങൾ എഴുതിയെടുക്കുന്നത് എന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് അറിയാൻ സാധിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ ഓഫ് കറിയർ ഫോർ ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.